ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കലിൽ വിപ്ലവം സൃഷ്ടിക്കുമോ? അല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കലിൽ കുറേ വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ അനന്തരഫലങ്ങളാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും അവിടുത്തെ CPI ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളും അനുഭവിച്ചതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയം നിർത്തിയിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഫേഷ്യലിംഗ് നടത്താൻ, വൈറ്റ് വാഷിംഗ് നടത്താൻ, അതാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടി പാർലർ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പുട്ടിയടിച്ചു കൊടുക്കുക ചെയ്തേ, വിവാഹിതയാണ് പരാതിക്കാരി. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള അജണ്ടയുണ്ട് എന്ന് പറയുമ്പോൾ ഇരയെ അപമാനിക്കുകയാണ്, ഇരയ്ക്കെതിരെ അധിക്ഷേപമാണ്. അപ്പം രാഹുലിൻ്റെ ക്യാരക്ടർ, സ്വഭാവം, ആ സ്വഭാവ വിശുദ്ധി അത് കേരളം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം മുങ്ങി നടക്കുന്നത്, കേരളം മനസ്സിലാക്കിയിട്ട്. വിവാഹിതയാണെങ്കിൽ ഉറപ്പായും ഇതിന് പിന്നിൽ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശ്രീനാദേവി കുഞ്ഞമ്മ കടുത്ത സ്ത്രീവിരുദ്ധതയാണ് കാണിച്ചിട്ടുള്ളത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, അതായത് ഈ രമ്യ ഹരിദാസിനെ ആലത്തൂരിൽ പരാജയപ്പെടുത്തിയത് നമ്മുടെ മറുനാടൻ ഷാഹിൻ ചേട്ടനാണ് എന്നുള്ള രീതിയിൽ രമ്യ ഹരിദാസ് തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടായിരുന്നു. ഈ സമാനമായ രീതിയിലേക്കാണ് നമ്മുടെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യവും പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാനുള്ളത്? ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കലിൽ വിപ്ലവം സൃഷ്ടിക്കുമോ? അല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കലിൽ കുറേ വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ അനന്തരഫലങ്ങളാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും അവിടുത്തെ CPI ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളും അനുഭവിച്ചതാണ്. കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഏറിയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ അവരൊരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിനകത്ത് ഞാനതിൻ്റെ ബെയിൽ കണ്ടീഷൻ ലംഘിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ സ്വാധീനിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ജാമ്യം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാമാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കണ്ടീഷൻ. അതെല്ലാം കോടതിയെ, ബഹുമാനപ്പെട്ട കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രൂവ് ചെയ്യാനും പറ്റും അത് വിത്ത് സോൾഡ് എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ ഷായസ്കറിയുടെ ഒരു പയ്യനുണ്ട്. അപ്പം എനിക്ക് ആളെ പേരറിയാം, പത്തനംതിട്ട അവിടുത്തെ ബ്യൂറോ റിപ്പോർട്ടറായിരിക്കും. മറുനാടനിലെ പണ്ട് അവിടെ ഓഫീസിൽ വന്ന് ഡെസ്കിലുണ്ടായിരുന്നതാണ് ഈ പയ്യൻ. അറിയത്തില്ല. അപ്പം ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണ്. ശ്രീനാദേവി കുഞ്ഞമ്മ അതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രതികരിച്ച രീതി എന്ന് പറയുമ്പം തീർത്തും അവർക്കെതിരെയും കേസെടുക്കാൻ പോകുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. സത്യത്തിൽ ഇത് കേരള പോലീസിൻ്റെ ശ്രദ്ധയിലോ ഇരയുടെ ശ്രദ്ധയിലോ പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ കണ്ടൻറ്റും അതിനകത്തുണ്ട്. അത് ഏത് ലീഗൽ അഡ്വൈസറോട് ചോദിച്ചാലും പറയും. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ അവരാദ്യം ഈ വിഷയം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇടുന്നു, രാഹുലിനെതിരെ വിഷയങ്ങൾ നിൽക്കും. ആദ്യം അവരാണ് ന്യായീകരിച്ച് വരുന്നത്. പിന്നാണ് ഈ കുറേ ആൻറ്റിമാരൊക്കെ കൂടെ വന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് തങ്കക്കുടമാണ്. അല്ല, ഇന്ന് സത്യഭാമ ചേച്ചി വന്നിട്ടുണ്ടല്ലോ, രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ രാഹുലന്മാർ രണ്ടുപേരും എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്തൊരു നാണക്കേടാണ് കോൺഗ്രസ്. സത്യഭാമ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം കളറിന്റെ പേരിൽ കലാഭവൻ മണിയുടെ അനിയൻ കറുത്തിരിക്കുന്നവന് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വർണ്ണവെറിയുള്ള ഒരാൾക്ക് ഇവർ രണ്ടുപേരും കുറച്ചും കൂടെ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാ. രാഹുൽ മാങ്കൂട്ടത്തിൽ നായരാണ്, അതേപോലെ തന്നെ രാഹുൽ ഈശ്വരും. അപ്പോൾ അവർ സവർണ വിഭാഗത്തിൽപ്പെട്ടതാണ്. ആ സവർണ വംശീയ വെറിയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഈ സവർണ വെറി നായന്മാരെ നമ്പൂതിരിമാരെ ഇടയിൽ ഈ വർഗീയത ഒന്നേക്കത്തില്ല. കാരണം അവരടുത്ത് നായരാന്ന് പറഞ്ഞിട്ട് നമ്പൂരിയാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ പൊടാവില്ലേ എന്ന് പറയും. അവരടുത്ത് ആ വർഗീയത ഒന്നേക്കത്തില്ല. അവരടുത്ത് സുകുമാരൻ നായരെ വിചാരിച്ചു കഴിഞ്ഞാൽ നായന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ സുകുമാരൻ നായരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിനിടയിൽ അത്തരം വംശീയ വെറി പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒന്നും ഏക്കത്തില്ല. ഉള്ളവർ അപൂർവമായിട്ടൊക്കെ കാണും ചിലർക്ക്. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരം അയിത്തമോ ബാക്കിയുള്ളതോ അങ്ങനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കും. തീർച്ചയായിട്ടും. കലാമണ്ഡലം സത്യഭാമ, കലാമണ്ഡലം എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോന്റെ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് തന്നെ കലാമണ്ഡലത്തിൽ നിന്നാണ്. കാരണം അമ്മാതിരി വൃത്തികെട്ട വർത്താനമാണ് സ്ത്രീ പറഞ്ഞത്. അതുമല്ല, എന്തൊരു ധാർഷ്ട്യത്തിലായിരുന്നു പിന്നെയുള്ള സെയിം ധാർഷ്ട്യമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കുള്ളത് ആണ്. അപ്പം ഇത്തരം കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഇവരെ വെള്ളപൂശുന്നത്, രാഹുൽ ഈശ്വരനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളത് മനസ്സിലാക്കണം. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയം നിർത്തിയിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഫേഷ്യലിംഗ് നടത്താൻ, വൈറ്റ് വാഷിംഗ് നടത്താൻ, അതാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടി പാർലർ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുട്ടിയടിച്ചു കൊടുക്കുക ചെയ്തേ, വൈറ്റ് വാഷ് ചെയ്ത് വാക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ ഭാഷ നന്നായിട്ട് പ്രയോഗിക്കാൻ അറിയാം. ഭാഷ ഉണ്ടായിട്ട് കാര്യമില്ല, ഹൃദയശുദ്ധിയാണ് വേണ്ടത്.
ആ ഹൃദയവിശുദ്ധി അവരുടെ വാക്കുകൾക്കകത്തില്ല എന്നുള്ളത് യാതൊരു ഒരു സംശയമില്ല. രാഷ്ട്രീയ സത്യസന്ധത അവരുടെ വരികൾക്കകത്തില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് എനിക്കെതിരെ ഒരു വിഷയം വന്നപ്പം CPI നേതൃത്വം പ്രതികരിച്ചില്ല. ഇവർ CPI നേതൃത്വത്തിന് പരാതി കൊടുത്തോ? റിപ്പോർട്ടർ ചാനലിൽ നിന്ന് തന്നെ പത്രപ്രവർത്തകർ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുക. അന്നേ ഞാൻ പറഞ്ഞു അത് ഡ്രാമയാണ്, അങ്ങനെ ഒരു വിളിച്ചിട്ടില്ല. അവർ കോൾ ഹിസ്റ്ററി എടുത്ത് കാണിക്കട്ടെ, കോൾ ഹിസ്റ്ററി പുൾ ഔട്ട് ചെയ്യാലോ, പിന്നെ അവരുടെ കണക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുക്കട്ടെ, എന്നിട്ട് വിളിച്ച ആളുടെ പേര് പറയട്ടെ. ഇപ്പോഴും നമ്മൾ അവരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുക. ശ്രീനാദേവി കുഞ്ഞമ്മയെ നിങ്ങളെ വിളിച്ചു എന്നത് സത്യമാണെങ്കിൽ നിങ്ങളെ വിളിച്ച ആളുടെ പേര്, ആ നമ്പർ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് പുൾ ഔട്ട് ചെയ്യാൻ ഒരു ദിവസം മതി. നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാം. വേണ്ട, നിങ്ങളെ ഫോണിൽ തന്നെ കാണുമല്ലോ, നിങ്ങൾ എടുത്ത് കാണിക്ക്. കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് രാജൻ ഭായി, കള്ളം പറയുക, എന്നിട്ട് പിന്നെ ന്യായീകരിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുപോയിട്ട് കേസ് കുടുക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കുന്നവരാണെന്ന് കരുതിയോ? അവർ നമ്മുടെ നിയമവ്യവസ്ഥയും പിന്നെ കാര്യങ്ങളും എല്ലാം നോക്കി നീതിബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാ. ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാവും, ചിലരൊക്കെ അപൂർവങ്ങളായി ബാക്കിയുള്ള എല്ലാ സംവിധാനത്തിലും എന്നതുപോലെ തന്നെ ജുഡീഷ്യറിയിലും ഉണ്ടാവും. പക്ഷേ 99% ജഡ്ജിമാരും നീതിബോധമുള്ളവരാ. അവര് ഇവരുടെ ഈ ഷോ ഓഫ് ഒന്നും കണ്ടു വീഴുന്നവരോ നുണ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവരോ അല്ല. രാജഭായി, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇതിനകത്ത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഇന്നലത്തെ മറുനാടനിൽ വന്നിരിക്കുന്ന ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇര എന്ന് വിളിക്കപ്പെടാൻ അർഹയാണോ എന്ന്. അല്ല, അതിനകത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവർ പറഞ്ഞേക്കുന്നത്, ഇവരിട്ടേക്കുന്ന പോസ്റ്റ് എന്തായിരുന്നു? ആദ്യം എന്നെ ഇങ്ങനെ വിളിച്ചു, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ചു, പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ആര് വിളിച്ചു, എപ്പോൾ വിളിച്ചു, ഒരു സാധനവും ഇല്ല, കോൾ ഹിസ്റ്ററി എടുത്തിട്ടിട്ടില്ല, എന്നെ അവർ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം വിളിച്ചത് ആരാണെന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുള്ളത്. തിരിച്ചു മറുപടിയായിട്ട് ഞാൻ ചോദിച്ച വീഡിയോയ്ക്കകത്തതാ ചോദിച്ചത്. ആ ചോദ്യത്തിൽ ഇപ്പോഴും ഞാൻ അടി ഉറച്ചു നിൽക്കുക. അവരെ വിളിച്ചത് ആരാണ്, ഏത് നമ്പറിൽ നിന്ന് വിളിച്ചു, ഏത് മാധ്യമപ്രവർത്തകർ വിളിച്ചു എന്നുള്ളത് അവർ വെളിപ്പെടുത്തണം. അത് വെളിപ്പെടുത്താത്തതോളം കാലം ഇത് കള്ളമാണ്. അത് വെളിപ്പെടുത്തുകയാണെങ്കിൽ ഒക്കെ ഞാൻ അവർ പറയുന്നത് കേൾക്കാം. പിന്നെ അവർ പറയുന്ന വേറെ കാര്യം, വിവാഹിതയായ ഒരു സ്ത്രീ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ബിൽക്കീസ് ബാനുവിന്റെ കേസ് നമ്മുടെ മുമ്പിലുണ്ട്. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. 90 വയസ്സുള്ള മുത്തശ്ശിമാരെ ബലാത്സംഗം ചെയ്ത കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം വായിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവാഹിതയായ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തത്. വിവാഹിത ആയതുകൊണ്ട്, വിവാഹിതയായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും റേപ്പ് ചെയ്യാവോ? നാളെ ശ്രീനാദേവി കുഞ്ഞമ്മ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അവിവാഹിത ആകുമ്പം ചെയ്യാൻ പാടില്ല. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ ആർക്കും കയറി ബലാത്സംഗം ചെയ്യാൻ പറ്റുന്നതാണോ അവർ പറയുന്നതിൻ്റെ മലയാളം? എനിക്ക് മനസ്സിലാവുന്നില്ലത്. എന്ത് ന്യായീകരണമാണ്? ഒലക്കബല ന്യായീകരണം ഞങ്ങളെ മലപ്പുറത്തെ ഭാഷ പറയുക. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വിവാഹിതയാണ് പരാതിക്കാരി, അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള അജണ്ടയുണ്ട് എന്ന് പറയുമ്പോൾ ഇരയെ അപമാനിക്കുകയാണ്, ഇരയ്ക്കെതിരെ അധിക്ഷേപമാണ്. ഈ പറഞ്ഞ രാഹുൽ ഈശ്വരനും ബാക്കിയുള്ളവരും ഒക്കെ ചെയ്ത അതേ വൃത്തികെട്ട പണിയാണ് ഇവരെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ കേസെടുക്കുക വേണ്ടത്. ഇവർക്കെതിരെ ഇത് ചിലപ്പോൾ ഏറെ ശ്രദ്ധയപ്പെട്ട് കാണത്തില്ല. വിവാഹിത പരാതിക്കാരിയാണെങ്കിൽ അതിന് പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്ന്. ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിന് എന്ത് പൊളിറ്റിക്കൽ അജണ്ട? അവൾ MLA ആവാൻ പോവുകയാണോ? അവൾ MP ആവാൻ പോവുകയാണോ? അവൾ ഈ സമൂഹത്തിലെ അധിക്ഷേപങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നോ അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നോ അറിഞ്ഞുകൊണ്ടല്ലേ അവൾ പോരടിക്കാൻ തയ്യാറാവുന്നത്. അത് സഹിക്കാവുന്നതിന് അങ്ങേയറ്റം സഹിച്ചിട്ട് ആ ഓഡിയോ നമ്മൾ കേട്ടതാ. ആ ഓഡിയോ ഇവളും കേട്ട് കാണുമല്ലോ, ഈ കുഞ്ഞമ്മയും കേട്ട് കാണുമല്ലോ. ഈ കുഞ്ഞമ്മ അത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞമ്മയ്ക്ക് ഒരു സ്ത്രീയല്ലേ ആ കുഞ്ഞമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരൊരു അധ്യാപികയല്ലേ. അവർ പറയണ്ടേ മോളെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണ്ടേ? കാരണം ഒരു പെൺകുട്ടി ഇത്ര ദയനീയമായി ഹൃദയസ്പർശിയായിട്ട് പിന്നെ ആ വിഷമങ്ങൾ പങ്കുവെക്കുമ്പം അത് മനസ്സിൽ തട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീ ഡ്രാമ കളിക്കരുത്. അവന്റെ ശബ്ദമല്ല എന്ന് നിശ്ചയിച്ചില്ലല്ലോ, അത് ആദ്യം നിശ്ചയിക്കുന്നില്ല. നമ്മളൊക്കെ വെല്ലുവിളിച്ചത് അതാ, അല്ലെങ്കിൽ എന്റെ ശബ്ദമല്ല എന്ന് പറയാം, ഇതെന്റെ ഗർഭമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അവൻ പറഞ്ഞ എന്താ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നാ പറയുന്നത്. ആദ്യം അതുപോലും പറഞ്ഞിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞപ്പോഴായിരുന്നു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ബിൽ ക്ലിന്റൺ വരെ ഒരു കാര്യം പറഞ്ഞു ഇവനിങ്ങനെ ഏറ്റു പറയാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഏറ്റു പറയാനേ പറ്റുള്ളൂന്നേ. അങ്ങനെ ഇവന് വെളിപ്പെടുത്തൽ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ 6 മാസം തുടർച്ചയായിട്ട് വെളിപ്പെടുത്തൽ നടത്തേണ്ടി വരും. ലിസ്റ്റ് മുഴുവൻ അവനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം പ്രശ്നമായിരിക്കും. പലതും നടന്നു പോയിട്ടുണ്ടാവും അവന്. കാരണം ഇത് പുതുകോർത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്, ഞാൻ തുടക്കത്തിൽ പ്രവചിച്ചത്, ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അവരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ കോൺഗ്രസിൽ ചേരാനുള്ള ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു, ഇവർ കോൺഗ്രസിൽ ചേരാൻ പോവുകയാണ്. കൊട്ടാരക്കര സീറ്റായിരുന്നു ഓഫർ. കൊട്ടാരക്കര സീറ്റ് പക്ഷെ നടക്കത്തില്ല എന്നുള്ളത്
കൊടിക്കുന്നിൽ സുരേഷ് ഉറപ്പിച്ച് പറഞ്ഞു. അവിടെ രശ്മിയെ ഈ തന്നെ രാജൻഭായ് അത് പറയാതിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കിട്ടിയത്. രാജൻഭായ് നേരത്തെ തന്നെ കയറി കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇവര് ഷാഫിയും രാഹുൽ മാങ്കൂട്ടം കൂടെ എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാട്ടി പതുക്കെ കൊടിക്കുന്നിൽ സുരേഷിനെ കൊട്ടക്കകത്താക്കി അവർക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്തല്ലേ. ചിലപ്പോൾ നടന്നതന്നെ. പക്ഷെ നമ്മളത് ഇപ്പൊ ഒരു ഓടുന്ന പെട്ടിക്ക് കയറിറങ്ങു. അതിന്റെയൊക്കെ വാശി, പെണ്ണുവാശി എന്ന് പറഞ്ഞാൽ നിസ്സാര വാശിയായിരിക്കില്ല. വാശി ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോ എന്തായാലും ആഴ്ചയിൽ അടൂര് പോകുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജൻ സ്കറിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഒരു സ്ത്രീ സംഘി എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP അനുകൂല വാർത്തകളാണ് കൂടുതലായിട്ടും അദ്ദേഹം ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഒരു RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഈശ്വര്, അതോടൊപ്പം തന്നെ ഈ സന്ദീപ് വാര്യര്, ഈ പറഞ്ഞ ശ്രീനാദേവി കുഞ്ഞമ്മ, ഇങ്ങനെയുള്ള ഒരു RSS സെല്ലിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നു. സിബി, ഇതിനകത്തുള്ളൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഷാജേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ്. നമ്മൾ ഒക്കെ അച്ചായന്മാരെ ക്രിസ്ത്യൻസാണ്. ഈ ക്രിസ്ത്യൻസിനകത്ത് 90% പറഞ്ഞാൽ ഇതിനെ മേളിലോട്ടൊന്നും പോകത്തില്ല. കാശ് കിട്ടിയവന്മാർ എന്തും ചെയ്ത് കളയും. ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈ സ്വഭാവമില്ല. അച്ചായന്മാരിൽ 90% കാശിന് വേണ്ടി സ്വന്തം തന്തയെ വരെ തള്ളിപ്പറയും. അപ്പൊ അങ്ങനത്തെ സ്വഭാവം മൊത്തത്തിലുണ്ട്. പുള്ളി എങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് പൊതു ഒരു ക്യാരക്ടറാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള. ബാക്കിയുള്ള ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിലോ ഹിന്ദുസിൻ്റെ ഇടയിലോ ഒന്നും അങ്ങനൊന്നും ഇല്ല വല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പള്ളിക്കൽ തന്നെ ഇവർ വീണ്ടും അവസാനം സീറ്റ് കൊടുക്കുന്നു. പള്ളിക്കലിൽ ഇവർ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചതാണ്. പള്ളിക്കൽ 2010 തൊട്ട് CPI, അതായത് ജില്ലാ പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന അന്ന് തൊട്ട് CPI ജയിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷനാണ്. അല്ലാതെ ഇവരെ മിടുക്കൊണ്ട് ജയിച്ചതൊന്നുമല്ല. ഇവർ സംഭവം ശരിയാണ്. പിന്നെ കാണാൻ അതിസുന്ദരിയായ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും മിസ് കേരള മത്സരത്തിലോ മിസ് വേൾഡ് ആവാനൊക്കെ യോഗ്യതയുള്ള പിന്നെ ഏറ്റവും അതായിട്ടുള്ള യുവതിയാണ്. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ EMSനേക്കാളും ജവഹർലാൽ നെഹ്റുവിനേക്കാളും ഒക്കെ രാഷ്ട്രീയ ജ്ഞാനമുള്ള ഒരാളാണ്. ആ കാര്യത്തിനകത്തും എനിക്ക് സംശയമില്ല. അവരുടെ അത്തരം ശേഷികളിലൊന്നും എനിക്ക് യാതൊരുവിധ സംശയങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, സുകുമാർ അഴീക്കോടിനേക്കാളും മികച്ച പ്രഭാഷകയാണ്. അതിലും എനിക്ക് സംശയമില്ല. അവരുടെ എല്ലാ ക്വാളിറ്റിയും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മിടുക്കൊണ്ട ജയിച്ചെന്നുള്ള ധാരണ വരരുത്. പള്ളിക്കൽ ഡിവിഷനിൽ അവർ തോക്കാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിനകത്ത്. അപ്പം ഇവർ കോൺഗ്രസ്സിൽ പെട്ടെന്ന് പോയിട്ട് ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് കട്ടൻ ചായ കുടിച്ചിരുന്നപ്പോൾ എന്നാൽ ഞാൻ അങ്ങ് കോൺഗ്രസ്സിൽ പോയി ചേരാമെന്ന് അങ്ങ് തോന്നിയതാണോ? അല്ല. അന്തർധാര സജീവമായിരുന്നു. ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അവർക്ക് വാഗ്ദാനം കൊടുത്തത് കൊട്ടാരക്കരയാണ്. പക്ഷേ അത് നടന്നില്ലെങ്കിൽ പള്ളിക്കൽ പിന്നെ ആക്കി കൊടുത്തു. അത് രാഹുൽ മാങ്കൂട്ടത്തിലും ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ചർച്ചകളുടെ അനന്തരഫലമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതെന്തോ പൊട്ടന്മാരാണോ മനുഷ്യന്മാർ? ആരെയും വിഡ്ഢികളാക്കുന്നത്? ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ നന്നായിരുന്നു. അഭിനയം കുളമായിപ്പോയി. ഇടയ്ക്ക് പാളിപ്പോയെന്നല്ല, ഞാനത് പൊളിച്ചു കൊടുത്തു. ആദ്യമേ സ്ഥാനം കയറി പൊളിച്ചു കൊടുത്തു. ഇത് ഇവർ പ്രതീക്ഷിച്ചില്ല. പിന്നെ അവിടുത്തെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവർക്കെതിരെ പറയുന്നത് ഞാൻ അതിനകത്ത് ഏറെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ല. കോടതി ഉത്തരവിൽ അത് റിമൂവ് ചെയ്യണമെന്നില്ല. കോടതി റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിപ്പോഴും കിടപ്പുണ്ട് പബ്ലിക് ഡൊമൈനിൽ. അതിനർത്ഥം അത് കോടതിക്ക് അത് റിമൂവ് ചെയ്യേണ്ടതല്ല എന്നിപ്പോൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ട്രയൽ നടക്കുകയും ബാക്കി വരികയും അന്തിമ വിധി വരികയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് തന്നെ അതിനകത്ത് നിൽക്കും. നിലവിലെ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇവർ കോടതിയാവാൻ നിൽക്കേണ്ട. കോടതിയുടെ പണിയെടുത്തോളൂ. ഇവർ കോടതിയാവാൻ നിന്നിട്ട് നമ്മളെ ത്രെട്ട് ചെയ്യുക, പിന്നെ കാലും വെച്ച് നിന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. രാജൻ അങ്ങനെയാണ്, രാജനെ ഞാൻ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും ആക്കാൻ പോകുന്നില്ല. അതൊക്കെ കോടതിയുടെ മുമ്പിലിരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന കേസാണ്. കോടതി എന്നെ എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കും, ഞാൻ തെറ്റുകാരനല്ലെങ്കിൽ എന്നെ വെറുതെ വിടും. അത്രയേ ഉള്ളൂ. എന്നെ വെറുതെ വിടുക എന്നുള്ളത് അവർക്കുള്ള പണിഷ്മെന്റ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇവർ പറഞ്ഞത് ഇങ്ങനെ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള അഭ്യൂഹമല്ല, ആരാണോ സ്ത്രീ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വിവാഹിതയാണ്. ഐഡന്റിറ്റി വെളിപ്പെടുത്തലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റവർക്കെതിരെ വന്ന പോലെ തന്നെ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്? വിവാഹിതയായൊരു സ്ത്രീ. അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? എന്താ വിവാഹിതയായ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹിതയായവരെ എല്ലാവർക്കും പീഡിപ്പിക്കാം എന്നുള്ള നിയമം ഉണ്ടോ കേരളത്തിൽ? എനിക്കറിയത്തില്ല. ഇന്ത്യയിൽ വിവാഹിതയായ ആർക്കും പോയിട്ട് റേപ്പ് ചെയ്യാമെന്നാണ്. അത് മാത്രമല്ല, ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ പറയട്ടെ, ഈ ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ അവർക്കൊക്കെ നാളെ വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എന്താണ് ഇവരെ ഒരു മാതൃത്വത്തിന്റെ മനസ്സുണ്ടാവുന്നത്? ഒരു മനുഷ്യത്വം ഇല്ലാതെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? പിന്നെ ഇവർ പറയുന്ന നിയമപ്രകാരം പേര് ഹൈഡ് ചെയ്യണം എന്നാണ്. അതും ഒരു നിയമം അറിയാഞ്ഞിട്ടല്ല.
നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അവരുടെ പേര് ഹൈഡ് ചെയ്യണം, വെളിപ്പെടുത്തരുതെന്നാണ്. പക്ഷേ അതിന് അവരെത്രത്തോളം അർഹതയുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് അവരുടെ പേര് ഹൈഡ് ചെയ്യപ്പെടേണ്ടതല്ല, വെളിപ്പെടുത്തപ്പെടേണ്ടതാണ്. അവരെ സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാൻ എറിഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരിക നമ്മുടെ അടുത്ത് ക്ലാസ് എടുക്കുക. നമുക്ക് ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? എന്നെ പോലെയാണ് എല്ലാവരും എന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകുന്നതിന്റെ ചില കുഴപ്പങ്ങളാണ് ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനകത്ത് കടന്നു പറയുന്നില്ല. പിന്നെ വിവാഹിത എന്നത് മറച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ് ഇവരും വീണ്ടും ആവർത്തിക്കുന്നത്. രാഹുൽ ഈശ്വരനും ഇത് തന്നെയാണ് പറഞ്ഞത്. വിവാഹിത എന്നത് മറച്ചു വെച്ചിട്ടില്ല. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ദാമ്പത്യ പ്രശ്നങ്ങളിൽ. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഞാൻ കൗൺസിലർ എന്ന രീതിയിൽ ഇടപെട്ടു, കുടുംബ കോടതി ഞാനായി എന്നും പറഞ്ഞിട്ട് മറ്റവർക്ക് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നതല്ലേ. അവൻ സമ്മതിച്ചു, കുഞ്ഞമ്മ സമ്മതിക്കുന്നില്ല. കുഞ്ഞമ്മയും രാഹുൽ ഈശ്വരനും സമ്മതിക്കുന്നില്ല. എന്തായാലും പല ആങ്ങളെയും പെങ്ങളും പോലുള്ള സാധനം രാഹുൽ ഈശ്വരനും കുഞ്ഞമ്മയും വീണ്ടും അവർ ആവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് പലവട്ടം ആവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഞാനിങ്ങനെ ഗർഭിണിയായി ഗർഭഛിദ്രം നടത്തേണ്ടി വന്നു, ഞാനിങ്ങനെ ആളുമായിട്ട് ഒരാളെന്നെ റേപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്തേക്ക് വരാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കെട്ടുകഥ പറഞ്ഞിട്ട് വരത്തില്ല. സോളാർ നായികയുടെ പോലും അതിനകത്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒറ്റ കേസേ ഉള്ളൂ ഉമ്മൻചാണ്ടിയുടേത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളത് എല്ലാവരും രക്ഷപ്പെട്ടു പോയത്. ബാക്കി അതിനകത്ത് ആരോപണം ഉന്നയിച്ചവരെല്ലാം അതിനകത്ത് പെട്ടുപോയവരാ. സത്യത്തിൽ ഈ മാങ്കൂട്ടത്തിലിനെ പോലീസ് ശരിക്ക് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് അറിയാനും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഹാർട്ടിന് പ്രശ്നമുണ്ടോ, ബാക്കിയുള്ളതുണ്ടോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റും കൊടുക്കും. ഈ ബലാത്സംഗ കേസ് അങ്ങനെയുള്ള കേസുകൾക്കകത്താണെങ്കിൽ അവരുടെ ലൈംഗിക ശേഷിയും പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോൾ എലിസ ടെസ്റ്റിനും കൂടെ വിധേയനാക്കണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ. പറഞ്ഞ ഏതെങ്കിലും പിള്ളേരൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എലിസ ടെസ്റ്റിനും കൂടെ വിധേയനാക്കണം അവരെ. അതിന് കോടതി പ്രത്യേകമായിട്ട് ഇടപെടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ ഇവർ പറയുന്നത് വിവാഹിത എങ്കിൽ അവർ യാതൊരു ദയയോ പരിഗണനയോ അർഹിക്കുന്നില്ല. എത്ര സ്ത്രീവിരുദ്ധമായ വാക്കാ. ഞാനപ്പോൾ പറയുന്നതാ, പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു, കത്തി കാണിച്ച് ബലാത്സംഗം ചെയ്തു, ജോലി സ്ഥലത്ത് ബലാത്സംഗം ചെയ്യുന്നു. കാസ്റ്റിംഗ് കൗച്ചിന്റെ കാലഘട്ടം ആണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ വിവാഹിതയാണെങ്കിൽ അവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർ ദയ അർഹിക്കുന്നുണ്ട്. അവർ കല്യാണം കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചവരെ ആർക്കും റേപ്പ് ചെയ്യാം. അവർ ദയയോ കാരുണ്യമോ അർഹിക്കുന്നില്ല, പരിഗണനയോ അർഹിക്കുന്നില്ല. അവർ പറഞ്ഞ വാക്കുകളാണ്. പിന്നെ രാഹുലിൻ്റെ ക്യാരക്ടർ കേരളം മനസ്സിലാക്കി. സീതാദേവി കുഞ്ഞമ്മ പറയുക, രാഹുലിൻ്റെ ക്യാരക്ടർ കേരളം മനസ്സിലാക്കി. രാഹുലിൻ്റെ ക്യാരക്ടർ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് സീതാദേവി കുഞ്ഞമ്മയാണ്. അതിൻ്റെ ബെനിഫിഷ്യറിയാണ് സീതാദേവി കുഞ്ഞമ്മ. അതിൻ്റെ ഭാഗമായിട്ടാണ് സീതാദേവി കുഞ്ഞമ്മ. കാരണം CPIയിൽ രാഹുലിൻ്റെ ക്യാരക്ടറുള്ള ആൾക്കാരില്ല. CPIക്കകത്ത് നിന്നിട്ട് കാര്യമില്ല. CPIക്കകത്ത് രാഹുലിൻ്റെ ക്യാരക്ടറുള്ള ആൾക്കാരില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്വന്തം അഭിരുചികൾക്ക് അനുസൃതമായ സ്വഭാവം ഉള്ള ആളെ CPIക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പറ്റുന്ന ഒരാൾ ഇപ്പുറത്തുള്ളത് കൊണ്ട് ആ നേതൃത്വ ശേഷിയിലും ആ കഴിവിലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലും ആ ഓർഗനൈസിങ് കപ്പാസിറ്റിയിലും ഒക്കെയുള്ള വിശ്വാസം കൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോകുന്നത്. അപ്പം രാഹുലിൻ്റെ ക്യാരക്ടർ, സ്വഭാവം, ആ സ്വഭാവ വിശുദ്ധി അത് കേരളം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം മുങ്ങി നടക്കുന്നത്. കേരളം മനസ്സിലാക്കിയിട്ട് കേരളം എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മനസ്സിലാക്കി, സംശയമൊന്നുമില്ല. പക്ഷെ അത് സീതാദേവി കുഞ്ഞമ്മ എടുക്കുന്ന സെൻസിലല്ല ആ മനസ്സിലാക്കുന്ന ആൾക്കാരെടുക്കുക. അവർ ആരാധിച്ചോട്ടെ, വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കട്ടെ. പക്ഷെ അതിന് ഇരയെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരയെ അപമാനിക്കാൻ പാടില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ ആരാധിക്കുകയോ അവർ ദൈവമായിട്ട് കൊണ്ടു കിടക്കുകയോ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ വെക്കുകയോ വേണമെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് പ്രതിമ ഉണ്ടാക്കി വെക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, എന്നും അതിൽ പൂവിട്ട് പൂജിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അതിലൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ ആ ഒരു പെൺകുട്ടിയെ നിരാലംബിയായ, നിരാശ്രയായ, നിസ്സഹായയായ, കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ, അതിൻ്റെ പേരിൽ എന്നിട്ട് ഡോക്ടറെ കണ്ട് സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രഷന്, ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഉള്ള ആശങ്ക കൊണ്ട് കൂട്ടുകാർ മാറി മാറി കാവൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, സീതാദേവി കുഞ്ഞമ്മയെക്കാളും എനിക്കൊന്ന് 1-2 വയസ്സിന് ഇളയതായി കുട്ടി, ആ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെ സ്വന്തം അനിയത്തിയാണെങ്കിൽ കുറേ പറയുമോ? ഇവരെ സംഭവം വെച്ചിട്ട് അവർ പറയും. പിന്നെ സ്ത്രീപക്ഷ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. സ്ത്രീപക്ഷ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
ഇപ്പൊ എന്തോ ഒരു മിനു മുംതാസോ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു തള്ളയുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് കൂടാതെ തന്നെ മറ്റേ സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രാജംബായിക്കെതിരെ വന്നിരിക്കുന്ന കേസ്. സ്ത്രീപക്ഷ നിയമം ദുരുപയോഗം ചെയ്യാണല്ലോ. തീർച്ചയായിട്ടും എനിക്കെതിരെ വന്നിട്ടുള്ള കേസ് അത് തന്നെയാണ്. തന്നെയാണ്. സ്ത്രീപക്ഷ നിയമം പിന്നെ ദുരുപയോഗം ചെയ്ത ആളാണ് സ്ത്രീപക്ഷ നിയമം. കാരണം അവർക്കറിയാം സ്ത്രീപക്ഷ നിയമം കേരളത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, ഞാനത് ദുരുപയോഗം ചെയ്ത ആളാണെന്നുള്ളതിന്റെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അവർ സ്ത്രീയാണ്, സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നുകൊണ്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത്. ഞാനെന്തോ സ്ത്രീത്വത്തെ അവമാനിച്ചതെന്ന് എനിക്കറിയത്തില്ല. നാട്ടുകാരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോടതിയുടെ പരിഗണന ഇരിക്കുമ്പോൾ ബാക്കി കോടതിയുടെ മുമ്പിൽ നമുക്ക് പറയാം, അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ രാഹുൽ അവിവാഹിതനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതന്മാർക്ക് ആരെയും ബലാത്സംഗം ചെയ്യാം. പോക്സോ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് അവിടെ. അതാ പറഞ്ഞേ, പോക്സോ തൊട്ട് 59 വയസ്സ് വരെയുള്ളതുണ്ട്, അമ്മയുടെ പ്രായമുള്ളത് വരെയുള്ളതുണ്ട്. ഒരു കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഹണി ഭാസ്കരൻ പിന്നെ ഇവൻ ശൃംഗരിക്കാൻ ചെന്നത് പച്ചയ്ക്ക് പറഞ്ഞു, അടിച്ചോടിച്ചു കളഞ്ഞില്ലേ. അത് പിന്നെ അതേപോലെ തന്നെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം കോടിത്തരം കാണിച്ച് മെസ്സേജ് അയച്ചെന്നും പറഞ്ഞ് റിനി പറഞ്ഞു. ഒരാളാണോ പറയുന്നേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ റൈവറിയുടെ ഭാഗമാണെന്ന്. ഇത് പരസ്പരം പരിചയമില്ലാത്ത പല പാർട്ടികളിൽപ്പെട്ട പല മേഖലകളിൽപ്പെട്ട ചലച്ചിത്ര മേഖലയിലുള്ളവർ, മാധ്യമ മേഖലയിലുള്ളവർ, അല്ലാത്തവർ തുടങ്ങി പല മേഖലയിലുള്ളവർ പറയുക. അത് പറയുമ്പോഴാണ് ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത്. വേറെ 1-2 അമ്മച്ചിമാരും ഇറങ്ങിയായിരുന്നു. വാവുട്ടി പിന്നെ അവിവാഹിതനായ ആൾക്ക് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗോവിന്ദസ്വാമിയെ വെറുതെ വിടണം. അവിവാഹിതനായിരുന്നു ഗോവിന്ദസ്വാമി, അവിവാഹിതനാ. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ പിന്നീട് അവർ പറഞ്ഞേക്കുന്നൊരു കാര്യം, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈര. ഇതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ നേട്ടവും വ്യക്തിപരമായ നേട്ടവും ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്ത് വ്യക്തിപരമായ നേട്ടമുള്ളേ? ആ കുട്ടി എന്താ MLA ആവാൻ പോകുന്നുണ്ടോ, MP ആവാൻ പോകുന്നുണ്ടോ, ഇവളെ പോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകുന്നുണ്ടോ? എന്ത് വ്യക്തിപരമായ ഇവർ ചെയ്യുന്നതൊക്കെയാണ് ഇര ചെയ്യുന്നതെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെന്നേ. അപ്പോൾ അതാ പറഞ്ഞത്, വിവാഹിതയാണെങ്കിൽ ഉറപ്പായും ഇതിന് പിന്നിൽ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശ്രീനാദേവി കുഞ്ഞമ്മ കടുത്ത സ്ത്രീവിരുദ്ധതയാണ് കാണിച്ചിട്ടുള്ളത്. ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ വളരെ നേരത്തെ തൊട്ടേയുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പിന്നെ ഈ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടത്തിയിട്ടുള്ള ഡ്രാമയായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോഴാണ് അവർ കേസ് കൊടുത്തത്. അത് കള്ളക്കേസാണോ ശരിയായ കേസാണോ എന്നുള്ളത് കോടതി തീരുമാനിക്കും. ഞാൻ കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ, ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളിൽ, ഇവിടുത്തെ ജുഡീഷ്യറിയിൽ, ഇവിടുത്തെ നീതിബോധമുള്ള ന്യായാധിപന്മാരിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അനീതി തുറന്നു കാണിക്കപ്പെടുകയും എൻ്റെ നീതിബോധം വെളിപ്പെടുത്തപ്പെടുകയും അതിന് സാക്ഷ്യപത്രം കിട്ടുകയും ചെയ്യുന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവർ വെളുപ്പിക്കാൻ വേണ്ടി കരാറെടുത്താണ്, ഇവർ സ്ത്രീവിരുദ്ധയാണ്. ഇവരെ പോലുള്ളവരൊക്കെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നവരാലോചിക്കണം. നിങ്ങളുടെ പെൺമക്കളെയൊക്കെ ഇവരുടെ കൂടെ വോട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു വയ്ക്കരുത്. നിങ്ങളുടെയൊക്കെ പെൺമക്കളെ വോട്ട് ചോദിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾ പോകരുത്, സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ കൂടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പള്ളിക്കൽ ഡിവിഷനിലെ പ്രേക്ഷകരോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്.